ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അർത്ഥവത്തായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പിതാക്കന്മാരിലൂടെ വേർതിരിക്കപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഇന്നേ ദിവസത്തെ ഉണർവ് കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവെപ്പാൻ ലഭിച്ച വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്രകാരം എനിക്ക് അവസരവും അനുവാദവും നൽകിയ ഭദ്രാസന അധ്യക്ഷൻ തിരുമേനിയോടും ഭദ്രാസന സെക്രട്ടറി ഈ സെൻട്രൽ ഡയറക്ടറുമായ പ്രിയപ്പെട്ട തോമസ് സെക്രിയാച്ചനോടുമൊക്കെയുള്ള ഹൃദയപൂർവ്വമായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ്റെ സാന്നിധ്യത്തിനായും ഈ ഭദ്രാസനത്തിൽ സമർപ്പിതമായ ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകരുടെ സാന്നിധ്യത്തിനായും വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും തമ്പുരാൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് കാതോർക്കുവാൻ ചേർന്നു വന്ന വിശ്വാസ സമൂഹത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം. 1761 ഇംഗ്ലണ്ടിൽ ജനിച്ച വില്യം ഗേറി ചെരുപ്പുകൾ റിപ്പയർ ചെയ്യുന്ന കടയിൽ ജോലി ചെയ്യുമ്പോഴാണ് വേദപുസ്തകം ആഴത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നത്. ദൈവവചന പഠനം ഒരു മിഷണറിയായി അദ്ദേഹത്തെ രൂപപ്പെടുത്തി. 1793 കർത്താവിൻ്റെ വിളി കേട്ട് കൽക്കട്ടയ്ക്കടുത്തുള്ള സറാംപൂറിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. വളരെ ദുരിതപൂർണമായ ദീർഘനാളത്തെ കപ്പൽ യാത്ര ചെയ്താണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ശുശ്രൂഷയുടെ മുമ്പിൽ തികച്ചും അസാധാരണമായ ഒരുപാട് വെല്ലുവിളികൾ വില്യം ഗേറിയെ കാത്തിരുന്നു. താൻ ഇന്ത്യയിൽ വന്ന് ഉടൻ തന്നെ 5 വയസ്സ് പ്രായമുള്ള തൻ്റെ പ്രിയമകൻ പീറ്റർ മരണമടഞ്ഞു. പ്രിയമകൻ്റെ അകാല വേർപാടിൽ മനം തകർന്നുപോയ ഭാര്യ ദൊറോത്തി മാനസിക രോഗിയായി മാറി. കഠിനമായ പട്ടിണിയുടെ നാളുകൾ. ഉപജീവനത്തിന് വകയില്ലാതെ വന്നപ്പോൾ ഏറെ നാളുകൾ ഒരു തോട്ടത്തിൽ ഡെയിലി വേജസിൽ അദ്ദേഹം ജോലി ചെയ്തു. ഇതിൻ്റെ നടുവിൽ 40-ലധികം ഇന്ത്യൻ ഭാഷകൾ അദ്ദേഹം പഠിക്കുവാൻ തുടങ്ങി. വേദപുസ്തകം വിവിധ ഭാഷകളിലേക്ക് അദ്ദേഹം ഭാഷാന്തരം ചെയ്യുകയാണ്. പ്രതിസന്ധികൾ കുറയുന്നില്ല. മറ്റു മതങ്ങളുടെ എതിർപ്പ് ഒരു വശത്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എതിർപ്പ് മറുവശത്ത്. 1801 ഇതിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ തന്നെ ബംഗാളി ഭാഷയിൽ പുതിയ നിയമം അദ്ദേഹം പരിഭാഷപ്പെടുത്തി. സ്വന്തമായി അച്ചടിശാല സ്ഥാപിച്ചു. പരിഭാഷപ്പെടുത്തുന്ന എല്ലാ പ്രതികളും തൻ്റെ അച്ചടിശാലയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1812 തൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് തൻ്റെ അച്ചടിശാല തീക്കിരയാകുന്നത്. താൻ ഇതുവരെ പൂർത്തിയാക്കിയ എല്ലാ രേഖകളും, താൻ ഭാഷാന്തരം ചെയ്ത ബൈബിൾ പ്രതികളും എല്ലാം കത്തിച്ചാമ്പലായി. വില്യം ഗേറി നിരാശപ്പെട്ടില്ല, സാഹചര്യങ്ങളെ പഴിച്ചില്ല, ദൈവത്തെ ചോദ്യം ചെയ്തില്ല, ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, "The Lord has laid me low that I may look more simply to him" എന്നാണ്. കൂടുതൽ ആശ്രയബോധത്തോടെ തമ്പുരാനെ നോക്കാൻ വേണ്ടിയാണ് അവൻ എന്നെ താഴ്ത്തിയത് എന്നാണ് വില്യം ഗേറി പറഞ്ഞത്. "The Lord has laid me low that I may look more simply to him." കൂടുതൽ ആശ്രയബോധത്തോടെ തമ്പുരാനെ നോക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ താഴ്ത്തിയത് എന്ന് ഭക്തനായ വില്യം ഗേറി സാക്ഷ്യപ്പെടുത്തുകയാണ്. മഹാനായ വില്യം ഗേറി ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിച്ച് ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്ത മഹാനായ വില്യം ഗേറിയുടെ വാക്കുകൾ നമ്മുടെ ജീവിതങ്ങളെയും ഇന്ന് വെല്ലുവിളിക്കുന്ന വാക്കുകളാണ്. നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ധ്യാനത്തിന് ആധാരമായി ഞാൻ വായിക്കുന്നു. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. "അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനു വേണ്ടി
ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ രക്ഷകനാം യേശുവേ, എന്നെ ദയയോടു കാത്തു, എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക. എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക. വേദപ്രമാണത്തിൽ നിന്നും വേഗം ഞാൻ അത്ഭുത കാര്യം സാദരം കാൺമാൻ എൻ കൺകൾ നാഥാ തുറക്കണമേ. സാദരം കാൺമാൻ എൻ കൺകൾ നാഥാ തുറക്കണമേ. നിങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സൗഖ്യത്തോടും ആരോഗ്യത്തോടും അങ്ങയുടെ പാദപീഠം ചേർന്ന് വന്ന് മനഃപൂർവ്വമായി അങ്ങേ ആരാധിപ്പാനും ഹൃദയം നുറുങ്ങി മധ്യസ്ഥ കാണുവാനും അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന് കാതോർക്കുവാനും ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്ന് മഹാകരുണയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനം കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണെന്ന് സങ്കീർത്തനകാരൻ എഴുതി വയ്ക്കുന്നു. കർത്താവെ, എഴുതി വച്ച ആ വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ അന്വർത്ഥമായി തീരുവാൻ, കർത്താവെ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലകമേൽ ആഴമായി ആലേഖനം ചെയ്യപ്പെടാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറാൻ, വചനബന്ധിതമായ ജീവിതത്തിന് ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്താൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബലഹീനനെ ക്രൂശിൻ്റെ മറവിൽ മറച്ചുകൊള്ളണമേ. കർത്താവെ, ഞങ്ങൾ വന്നതുപോലെ ഒരു കാരണവശാലും മടങ്ങാൻ അനുവദിക്കരുതേ. ഒരു പുതുബലത്തോടെ, ഒരു പുതിയ ശക്തിയോടെ, ഒരു പുത്തൻ പ്രത്യാശയോടെ, ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ അഭിഷേകത്തോടെ മടങ്ങാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും തമ്പുരാന് മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ അതിപ്രധാനമായ പൗരോഹിത്യ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയായിരുന്നു എസ്രാ പുരോഹിതൻ. പ്രഗത്ഭനായ ന്യായശാസ്ത്രി, ഇസ്രായേൽ ജനതയുടെ അനിഷേധ്യ നേതാവ്, അഹരോന്യ പാരമ്പര്യത്തിൽപ്പെട്ട സെരഹ്യാവിൻ്റെ മകൻ. 7 പതിറ്റാണ്ട് 70 വർഷക്കാലം ബാബിലോണി പ്രവാസത്തിൽ കഴിഞ്ഞ് ഇസ്രായേൽ ജനതയുടെ ആദ്യ സംഘത്തെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് സെരൂബാബേൽ എന്ന നേതാവാണ്. അത് സംഭവിച്ചത് BC 537 38 ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. BC 458 അർത്ഥശ്രേഷ്ഠ ഒന്നാമൻ്റെ കാലത്താണ് രണ്ടാമത്തെ സംഘത്തെ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് നയിക്കുന്നത്. ആ നിയോഗം ഏറ്റെടുക്കാൻ ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തിയാണ് എസ്രാ പുരോഹിതൻ. ഇത്ര മനോഹരമായ ഒരു എബ്രായ പദമാണ് എസ്ര എന്ന പദം. ആസാർ എന്ന എബ്രായ പദത്തിൽ നിന്നാണ് എസ്ര എന്ന പദം ഉളവായത്. ആസാർ എന്ന പദത്തിൻ്റെ അർത്ഥം ഹെൽപ്പ് എന്നാണ്, സഹായം എന്നാണ്. അങ്ങനെയെങ്കിൽ എസ്ര എന്ന എബ്രായ പേരിൻ്റെ അർത്ഥം യാഹുവേ ഹെൽപ്സ്, ഗാഡ് ഈസ് മൈ ഹെൽപ്പ്, യഹോവ എൻ്റെ സഹായം, ദൈവം എൻ്റെ സഹായം എന്നാണ് എസ്ര എന്ന പേരിൻ്റെ അർത്ഥം. സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാമത്തെ സംഘത്തിൻ്റെ ദൗത്യം തകർന്നുപോയ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുക എന്നതായിരുന്നു. എന്നാൽ എസ്രാ പുരോഹിതൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ സംഘത്തിൻ്റെ നിയോഗം യെരുശലേമിൻ്റെ ആധ്യാത്മിക നവീകരണമായിരുന്നു, ആത്മീക പുതുക്കമായിരുന്നു. ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ ആത്മീക പുതുക്കം ദൈവം തമ്പുരാൻ എസ്രയെ ഭരമേൽപ്പിച്ച പുണ്യമുള്ള നിയോഗമാണ്. തൻ്റെ പേര് പോലെ തന്നെ ദൈവത്തെ മാത്രം സഹായമായി കണ്ട എസ്രാ പുരോഹിതൻ ആ നിയോഗത്തെ പരിപൂർണമായി ഏറ്റെടുക്കുകയാണ്.
നീണ്ട 70 സംവത്സരങ്ങൾ പ്രവാസത്തിൻ്റെ കയ്പനുഭവിച്ച് ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ നഗരമായ യെരുശലേമിലേക്ക് നയിക്കുവാൻ ഭാഗ്യം ലഭിച്ച പുരോഹിതൻ. പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 5000 പേരുടെ സംഘത്തെയാണ് എസ്രാ പുരോഹിതൻ യെരുശലേമിലേക്ക് ബാബിലോണി പ്രവാസത്തിൽ നിന്ന് നയിക്കുന്നത്. ഇപ്പോൾ വിടുതലിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന യാത്ര, സ്വാതന്ത്ര്യത്തിൻ്റെ സംഘഗാനം ഉയരുന്ന യാത്ര, വീണ്ടെടുപ്പിൻ്റെ വർത്തമാനങ്ങൾ നിറയുന്ന യാത്ര, കയ്പ് നിറഞ്ഞ പ്രവാസകാലത്തെ മറക്കാൻ ശ്രമിക്കുന്ന യാത്ര, പുതിയ ഉണർവും ചൈതന്യവും പകർന്നു നൽകുന്ന യാത്ര, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള യാത്ര, പുതിയ ജീവിതത്തെ സ്വപ്നം കാണുന്ന യാത്ര, വിടുവെച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യാത്ര, പുതിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന യാത്ര. 1-ാം മാസം 1-ാം തീയതിയാണ് ഇസ്രായേൽ ജനം ബാബേലിൽ നിന്ന് യെരുശലേമിലേക്ക് എസ്രായുടെ നേതൃത്വത്തിൽ യാത്ര തിരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. എന്നാൽ ബാബേലിൽ നിന്നും യാത്ര തുടങ്ങി അധികം കഴിയും മുമ്പേ എസ്രാ പുരോഹിതൻ തൻ്റെ ജനത്തെ ബാബിലോണിലെ അഹവ ആറ്റിറമ്പിലേക്ക്, നദീതീരത്തിലേക്ക് കൂട്ടിവരുത്തുകയാണ്. വലിയ ആവേശത്തോടെ, ഏറെ ഉത്സാഹത്തോടെ ആരംഭിച്ച യാത്ര ഇതാ അഹവ ആറ്റിനരികെ പാളയമടിക്കുകയാണ്. ഒരു ദിവസമല്ല, 3 ദിവസങ്ങൾ ഒരു ചുവട് പോലും മുമ്പോട്ട് മാറ്റി ചവിട്ടാൻ കഴിയാതെ ഇസ്രായേൽ ജനം എസ്രയുടെ ആഹ്വാനപ്രകാരം അഹവ നദീതീരത്ത് പാർക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ജനതയെ വല്ലാതെ ആശങ്കപ്പെടുത്തിയ ഒരു നീക്കമായിരിക്കാം അത്. എസ്രാ പുരോഹിതൻ്റെ നീക്കം ബോധപൂർവമായ, ദൈവാത്മപ്രേരിതമായ ഒരു നീക്കമായിരുന്നു. എന്തിനാണ് ബാബിലോൺ പ്രവാസകാലം പൂർത്തിയാക്കി യെരുശലേമിലേക്ക് പ്രതീക്ഷയോടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനം അഹവ നദിയുടെ അരികെ 3 ദിവസം തമ്പടിച്ചത്, പാളയമിറങ്ങിയത് എന്തിനു വേണ്ടിയാണ്? ബാബിലോണിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോയത് കൊണ്ടാണോ? മുൻപോട്ടുള്ള യാത്രയെ ഭയപ്പെട്ടത് കൊണ്ടാണോ? ശത്രുവിൻ്റെ ഭീഷണി മൂലമാണോ? ഇസ്രായേൽ ജനത്തിൻ്റെ എതിർപ്പ് കൊണ്ടാണോ? ദൈവത്തിലുള്ള വിശ്വാസം കൈമോശം വന്നത് കൊണ്ടാണോ? ഇതൊന്നുമല്ല എസ്രായുടെ നേതൃത്വത്തിൽ അഹവ നദിയുടെ അരികെ ഇസ്രായേൽ ജനം 3 ദിവസം പാളയമടിക്കാൻ കാരണം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ഈ വചനത്തെ ആഴമായി ഗ്രഹിക്കണം പ്രിയമുള്ളവരെ. അഹവ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം ലവ് എന്നാണ്, സ്നേഹമെന്നാണ് അഹവ എന്ന പേരിൻ്റെ അർത്ഥം. അത് വെറുതെയുള്ള ഒരു സ്നേഹമല്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, ഡീപ് കമ്മിറ്റഡ് ഡിവൈൻ ലവ് എന്നാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരണമുണ്ട്, ഐ ഗീവ് മൈസെൽഫ് ദെയർഫോർ ഐ ലവ്. എന്നെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്ന സ്നേഹമാണ്. ആഴമേറിയ സ്നേഹം കൊണ്ട് എന്നെ തന്നെ ഞാൻ സമ്പൂർണ്ണമായി നൽകുന്നു എന്നാണ് അഹവ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അഹവ എന്ന നദീതടം ബാബിലോണിനും ജെറുസലേമിനും ഇടയിലുള്ള ഒരു സ്ഥലമല്ല, ഒരു നദീതടമല്ല. പിന്നെയോ 70 ആണ്ടത്തെ കൈപ്പേറിയ പ്രവാസത്തിൽ നിന്ന് അത്ഭുതകരമായി ദൈവം വെടിവെച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ യാതൊരു വ്യവസ്ഥയും കൂടാതെ, കർത്താവേ, ഞങ്ങളിതാ നിന്നെ ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി നൽകുന്നുവെന്ന് വിളിച്ചു പറയുന്ന പുണ്യസ്ഥലമാണ് അഹാവ എന്ന നദി എന്നുള്ളത് ഈ പകൽക്കാലം നാം ബോധ്യപ്പെടണം. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, ഞങ്ങൾ നിന്നെ ആഴമായി സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയുന്ന സ്ഥലമാണ് അഹാവ. യെരുശലേമിലേക്കുള്ള ദീർഘമായ മടക്കയാത്രയ്ക്കായി തൻ്റെ ജനത്തെ ഒരുക്കുന്ന സ്ഥലമാണ് അഹാവ. ദീർഘനാളുകൾ നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ആവശ്യമുള്ള എല്ലാ കരുത്തും എല്ലാ വിഭവങ്ങളും സജ്ജമാണോ എന്ന് പരിശോധിക്കുന്ന സ്ഥലമാണ് അഹാവ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു, അഹാവ ദി റിവർ ബിഫോർ റിവൈവൽ. അഹാവ ഉണർവിന് മുമ്പുള്ള ഉറവയാണ്. അഹാവ ദി റിവർ ബിഫോർ റിവൈവൽ, അത് ഉണർവിന് മുമ്പുള്ള ഉറവയാണെന്ന് ഈ പകൽക്കാലം നമുക്ക് ബോധ്യപ്പെടാൻ കഴിയണം. എന്തിനാണ് നോമ്പ്? എന്തിനാണ് ഉപവാസം? എന്തിനാണ് തരംഗം മിഷൻ ആക്ഷൻ സെൻറ്ററിൽ ഒരു ഉണർവ് യോഗം?
നമ്മുടെ വിശ്വാസയാത്ര ഫലദായകമാകാൻ, സാർത്ഥകമാകാൻ, അത് പരിപൂർണമാകാൻ നമ്മെ ഒരുക്കുന്ന സ്ഥലമാണ്, ഒരുക്കേണ്ട സ്ഥലമാണ് അഹാവ. അപ്രകാരമാണ് നമ്മുടെ നോമ്പും ഉപവാസവും അർത്ഥപൂർണമായി മാറുന്നത്. ലെൻഡ് എന്ന വാക്കിന് സ്പ്രിംഗ് എന്ന് ഒരു അർത്ഥമുണ്ട്. വസന്തകാലം എന്നാണ് സ്പ്രിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇലകളും പൂക്കളും കൊഴിഞ്ഞു പോകുന്ന ചില്ലകളിൽ പുതുനാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന കാലമാണെന്ന്. ഉണങ്ങിപ്പോയ കൊമ്പുകളിലേക്ക് പച്ചിപ്പ് മടങ്ങി വരുന്ന കാലമാണ് വസന്തകാലം. മെച്ചമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടി കൊമ്പുകൾ നന്നായി ചെത്തിവെടുപ്പാക്കുന്ന കാലമാണ് ഈ വസന്തകാലം. വസന്തകാലം ഭൂമിക്ക് ചൈതന്യമാണെങ്കിൽ നോമ്പകാലം എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് ചൈതന്യമാണ്. ഹല്ലേലൂയ. വസന്തകാലം ഭൂമിക്ക് ചൈതന്യമാണെങ്കിൽ നോമ്പകാലം, ഉപവാസം, ഉണർവയോഗം എൻ്റെയും നിങ്ങളുടെ ആത്മാവിന് ചൈതന്യമാണ്. സ്പ്രിംഗ് ഹാപ്പൻസ് ടു എർത്ത് വേർ ലെൻഡ് ഹാപ്പൻസ് ടു ദ സോൾ എന്നുള്ളത് നാം ഈ പകൽക്കാലം മനസ്സിലാക്കണം. പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, മനഃപൂർവമായ വായനയിലൂടെ, നിശബ്ദതയിലൂടെ, അനുതാപത്തിലൂടെ, അനുരഞ്ജനത്തിലൂടെ, പങ്കുവയ്ക്കലിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളോട് ബോധപൂർവമായി അകലം സൂക്ഷിക്കുന്നതിലൂടെ, വന്നുപോയ വീഴ്ചകൾ മനഃപൂർവമായി ഏറ്റുപറയുന്നതിലൂടെ, ഭക്ഷണവർജനത്തിലൂടെ ആത്മീയതയുടെ വസന്തകാലം നുകരുവാൻ തമ്പുരാൻ കൽപ്പിച്ചു നൽകിയ 50 പുണ്യദിനങ്ങളിലൂടെയാണ് നാം ഈ നാളുകളിൽ കടന്നു പോകുന്നത്. അഹവ നദീതടം ഈ പകൽക്കാലം നമുക്ക് നൽകുന്ന 4 ആത്മീക പാഠങ്ങളാണ് ഈ പകലിലെ നമ്മുടെ ധ്യാനം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അഹവ പകർന്നു നൽകുന്ന 4 പാഠങ്ങളാണ് നമ്മുടെ ധ്യാനം. പാഠം 1, അഹവ is the place of spiritual examination. ആത്മീക പരിശോധനയുടെ സ്ഥലമാണ് അഹവ എന്നത് നാം വിസ്മരിക്കരുത്. 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഇവരെ ഞാൻ അഹവായിലേക്ക് ഒഴുകുന്ന ആറ്റിനരികെ കൂട്ടിവരുത്തി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ചു പാർത്തു. ഞാൻ ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല. ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല. എസ്രാ തന്റെ ജനത്തെ അഹവ ആറ്റിനരികത്തേക്ക് കൂട്ടിവരുത്തി. നേരിട്ട് ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിക്കുമ്പോഴാണ് അവരുടെ ഇടയിലെ കുറവ് വ്യക്തമായി ബോധ്യപ്പെടുന്നത്. ലേവ്യരുടെ തലമുറയിൽ ആരും ഈ യാത്രാസംഘത്തിലില്ല എന്ന യാഥാർത്ഥ്യം എസ്ര തിരിച്ചറിയുകയാണ്. പുരോഹിതന്മാരുണ്ടല്ലോ, പുരുഷന്മാരുണ്ടല്ലോ, സ്ത്രീകൾ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ, ലേവ്യരില്ലെങ്കിലും സാരമില്ല എന്ന് കരുതി എസ്ര യാത്ര തുടരാം എന്ന് പറഞ്ഞില്ല. ഈ യാത്ര വളരെ പ്രധാനമാണ്. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം പ്രിയമുള്ളവരെ. അതിനേക്കാൾ പ്രധാനമാണ് പ്രയാണം പൂർത്തിയാക്കിയ ശേഷമുള്ള യെരുശലേം ദേവാലയത്തിലെ വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷ നിറവേറ്റേണ്ടത് ലേവിയ ഗോത്രമാണ്. അത് ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പനയാണ്. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 5 മുതൽ 8 വരെയും 3:12 നാം അത് വായിക്കുന്നുണ്ട്. ദൈവം മോശയോട് കൽപ്പിച്ചത് അപ്രകാരമാണ്: നീ ലേവി ഗോത്രത്തെ അഹരോന്റെ മുമ്പിൽ ശുശ്രൂഷയ്ക്കായി നിർത്തണം. അവർ സമാഗമന കൂടാരത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്യണം. സർവസഭയുടെയും കാര്യം നോക്കി തിരുനിവാസത്തിലെ വേല അവർ ചെയ്യണം. ആരെ? ലേവ്യർ. സമാഗമന കൂടാരത്തിലുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കണം. ഇസ്രായേലിലെ മക്കളുടെ കാര്യം നോക്കണം. കൂടാരം സംബന്ധിച്ചുള്ള എല്ലാ വേലയും അവർ ചെയ്യണം. 1 ദിനവൃത്താന്തം 9-ാം അധ്യായം 17 മുതൽ 27 വരെ നാം വീണ്ടും വായിക്കുന്നു. അവർ ദേവാലയത്തിൻ്റെ കാവൽക്കാരാണ്. 2 ദിനവൃത്താന്തം 19:8 നാം വായിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ നീതി നടപ്പാക്കേണ്ടവരാണ് ലേവ്യർ. ദേവാലയത്തിലെ ഗായക സംഘത്തിൻ്റെ നായകസ്ഥാനം വഹിക്കേണ്ടവരാണ് ലേവ്യർ. സംഗീത ഉപകരണങ്ങൾ വായിക്കേണ്ടവരാണ് ലേവ്യർ. ആലയത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവരാണ് ലേവ്യർ. ഹല്ലേലൂയ. ഇത്രയും പവിത്രമായ, ഇത്ര പരിപാവനമായ നിയോഗം നിറവേറ്റാൻ ദൈവം വിളിച്ച് വേർതിരിച്ച ലേവിയ ഗോത്രം ഈ മടക്കയാത്രയിൽ ഒപ്പമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അഹവ തീരത്ത് വെച്ച്
ലേവിയ ഗോത്രത്തിന്റെ ഈ ഗോത്രത്തിന്റെ തലവനായി, സംഘത്തിന്റെ തലവനായ എസ്രാ വിളിച്ചു പറയുന്നു, നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ലേവിയ ഗോത്രത്തിന്റെ അസാന്നിധ്യം നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തണം. ഇത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയായി എസ്രാ വിളിച്ചു പറയുകയാണ്. അല്ലയോ പ്രിയ മക്കളെ, ഇതൊരു കുടിയേറ്റ യാത്രയല്ല, ഇതൊരു വിനോദയാത്രയല്ല. ഇത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമുള്ള ഇസ്രയേലിൻ്റെ ആത്മീക നവോത്ഥാനത്തിന് വേണ്ടിയുള്ള, നവീകരണത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ദൈവജനത്തെ യഥാസ്ഥാനപ്പെടുത്താനുള്ള യാത്രയാണ്. ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയ ആരാധന വീണ്ടെടുക്കാനുള്ള യാത്രയാണ്. യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കാനുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഒഴിവാക്കാൻ പറ്റാത്തവരാണ് ലേവ്യർ. ലേവ്യരില്ലാതെ ആരാധന സാധ്യമല്ല. അത് ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പനയാണ്. ലേവ്യരില്ലാതെ നമുക്ക് ബാബിലോൺ വിട്ടുപോകാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എസ്രാ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ശാസ്ത്രിയാണ്. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന എസ്രാ പുരോഹിതന് ലേവ്യരെ കൂടാതെ ഒരു ചുവട് പോലും മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പുരുഷാരമുള്ളത് കൊണ്ടോ, വലിയ ആലയമുള്ളത് കൊണ്ടോ, ആരാധനക്രമമുള്ളത് കൊണ്ടോ, ആലയത്തിലേറെ വിഭവങ്ങൾ ഉള്ളത് കൊണ്ടോ, വലിയ നിക്ഷേപങ്ങൾ നിനക്ക് സ്വന്തമായി ഉള്ളത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല. ദൈവനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട്, ദൈവജനത്തിന് ഉണർവിനായി പ്രവർത്തിക്കുന്ന, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ദൈവമക്കളുണ്ടോ ഈ സംഘയാത്രയിലെന്നാണ് നാം പരിശോധിക്കേണ്ടത്. ലേവ്യരില്ലാതെ ആരാധന അപൂർണമാണ്. ലേവ്യരാണ് ആരാധന ക്രമീകരിക്കേണ്ടത്. ലേവ്യരാണ് ആരാധനയുടെ വിശുദ്ധ വസ്തുക്കൾ സംരക്ഷിക്കേണ്ടത്. ലേവ്യരാണ് ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത കാണിക്കേണ്ടത്. ലേവ്യരാണ് ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കേണ്ടത്. ലേവ്യരാണ് സമാഗമന കൂടാരത്തിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടത്. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ രാജാവ് ദൈവത്തിൻ്റെ ധനുസനുസരിച്ച് ദേവദാരു കൊണ്ട് പണിത് യെരൂശലേം ദേവാലയമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ വേർതിരിക്കപ്പെട്ട ലേവ്യരില്ലെങ്കിൽ, വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുന്നവരില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ സമർപ്പിതരില്ലെങ്കിൽ, സ്വാർത്ഥത വെടിയാൻ മനസ്സുള്ളവരില്ലെങ്കിൽ, മത്സരങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരില്ലെങ്കിൽ, എത്ര വലിയ ദേവാലയവും ഈസ് ഇൻ ഡേഞ്ചർ. ആ ദേവാലയങ്ങളെല്ലാം അപകടത്തിലാണെന്ന് ഈ പകൽക്കാലം തിരിച്ചറിയണം. നമ്മെയും നമ്മുടെ ആരാധനയിടങ്ങളെയും ഗൗരവമായി ശോധന ചെയ്യേണ്ട കാലമാണിത്. നമ്മെ വീണ്ടെടുക്കാൻ തന്നെ കാൽവറിയിൽ യാഗമായി നൽകിയ കർത്താവിനെ ആരാധിക്കേണ്ട ദേവാലയങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തുകളായി മാറുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട പുരോഹിതന്മാർ വരണാധികാരികളായി മാറേണ്ടി വരുന്നു. ദൈവത്തെ ആരാധിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനം ചിലർക്ക് വേണ്ടി സമ്മതിദായകരായി തീരേണ്ടി വരുന്നു. ഭരണഘടനാനുസൃതമൊക്കെ ഇത് ശരിയായിരിക്കാം, ഇത് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം. ആവശ്യം വന്നാൽ ഞാനും ഇത് ചെയ്യാൻ വിധേയപ്പെട്ടവൻ തന്നെയാണ്, നിയമങ്ങൾക്ക് വിധേയപ്പെട്ടവനാണ് ഞാനും. എന്നാൽ ഈ വിധ പ്രവർത്തനങ്ങൾ എത്രമാത്രം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് ചോദ്യം. ഇടവക ജനങ്ങളുടെ ബന്ധങ്ങളെ എത്രമാത്രം ഇത് ഊഷ്മളമാക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ എത്രമാത്രം കരുത്തുള്ളതാക്കുന്നുണ്ട്, നമ്മുടെ സുവിശേഷ ദൗത്യങ്ങളെ എത്രമാത്രം ഫലദായകമാക്കുന്നുണ്ട്, അന്യ ജാതിക്കാരുടെ മതസ്ഥരുടെ ഇടയിലെ നമ്മുടെ സാക്ഷ്യജീവിതം എത്രമാത്രം മാതൃകാപരമാക്കുന്നുണ്ട്. വരും തലമുറയ്ക്ക് നാം എത്രമാത്രം മാർഗദീപമായി മാറുന്നുണ്ട്. അഷ്ടമി രാഗത്തിൽ കിന്നരം മീട്ടി ഹൃദയം തകർന്ന് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. 12-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ
കുറഞ്ഞിരിക്കുന്നു എന്നാണ്. ലേവ്യരുടെ അസാന്നിധ്യം ഗുരുതരമായ പ്രശ്നമായി തിരിച്ചറിഞ്ഞ് എസ്രാ പുരോഹിതൻ ഉടൻ തന്നെ അതിനുള്ള പരിഹാര നടപടികൾ ചെയ്യുകയാണ്. 8-ാം അധ്യായം 16 മുതൽ 20 വരെ നിങ്ങൾ വായിച്ചാൽ മതി. ഗൗരവമായ ആത്മപരിശോധനയില്ലാത്ത യാത്രകളൊന്നും ലക്ഷ്യം വരിക്കുകയില്ല. വീഴ്ചകളെയും കുറവുകളെയും മനഃപൂർവ്വമായി തിരുത്താത്ത യാത്രകളൊന്നും ലക്ഷ്യം വരിക്കുകയില്ല. ആത്മീക അടിത്തറയില്ലാത്ത ഒരു ജീവിതവും ഒരു യാത്രയും എത്തേണ്ട യെരൂശലേമിൽ എത്തുകയില്ല. 8-ാം അധ്യായം 18 മുതൽ 20 വരെ നാം വായിക്കുന്നത് എസ്രാ 38 ലേവ്യരെയും 220 ദേവാലയ ശുശ്രൂഷകരെയും വീണ്ടെടുത്തു എന്ന സുവാർത്തയാണ്. ദൈവം തമ്പുരാൻ വിശ്വസ്തയോടെ ഭരമേൽപ്പിച്ച് ദേവാലയ ശുശ്രൂഷയിൽ, ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ, ദൗത്യ നിർവഹണങ്ങളിൽ നാം എത്രമാത്രം വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ നിലകൊള്ളുന്നുണ്ട്. നമ്മുടെ ദർശനങ്ങളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ സമീപനങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ശൈലികളുമൊക്കെ ദൈവം വെളിച്ച് വേർതിരിച്ച ലേവ്യരുടെ ജീവിതത്തിന് തുല്യമാണോ? അങ്ങനെയല്ലാതെ പോകുന്നതിനെ കുറിച്ച് അല്പമെങ്കിലും സങ്കടം, അല്പമെങ്കിലും ആശങ്ക, അല്പമെങ്കിലും അനുതാപം, അല്പമെങ്കിലും വേദന നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ? അഹാവ ആത്മപരിശോധനയ്ക്കായി നമ്മെ വെല്ലുവിളിക്കുന്ന സ്ഥലമാണ്. നഷ്ടപ്പെട്ട തീഷ്ണതയും, നഷ്ടപ്പെട്ടു പോയ തിരിച്ചറിവും, നഷ്ടപ്പെട്ടു പോയ തീരുമാനശക്തിയും, നഷ്ടപ്പെട്ടു പോയ സമർപ്പണവും, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയും, ജീവിതത്തിന്റെ മൂല്യങ്ങളും വീണ്ടെടുക്കാനുള്ള ഉറവയാണ് അഹാവ. ദി റിവർ ബിഫോർ റിവൈവൽ, ഉണർവിന് മുമ്പുള്ള ഉറവയാണ് അഹാവ എന്നുള്ളത് മറന്നു പോകരുത്. കുറ്റബോധത്തോടെ ആരും ജീവിക്കരുത്. കുറ്റബോധത്തോടെ വിശുദ്ധ കുർബാന കൊള്ളരുത്. കുറ്റബോധത്തോടെ പ്രാർത്ഥിക്കരുത്. കുറ്റബോധത്തോടെ പാട്ടുപാടരുത്. കുറ്റബോധത്തോടെ വചനം വായിക്കരുത്. കുറ്റബോധത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ല തമ്പുരാൻ 33 തിരുവയസ്സിൽ കാൽവരിയുടെ ഉയരങ്ങളിൽ യാഗമായി തീർന്നത് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ധൈര്യത്തോടെ, ശക്തിയോടെ, ബലത്തോടെ, ആധികാരികതയോടെ ജീവിക്കാൻ വേണ്ടിയാണ്. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. നാം ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടവരാണെന്ന് വിസ്മരിക്കരുതേ. ഇവിടെ അടുത്ത് പാർത്ത സാധുവായ മൂത്താമ്പാക്കൽ കൊച്ചു കുഞ്ഞു ഉപദേശി 62 വയസ്സ് വരെ മണ്ണിൽ ഒരു ദൈവദൂതനെ പോലെ, മാലാഖയെ പോലെ ജീവിച്ച വിശുദ്ധനായ ഉപദേശി എന്താ പാടിയത്? ഹൃദയം നുറുങ്ങി പാടിയതാണ്, ആത്മഭാരത്തോടെ പാടിയതാണ്. എന്താ പാടിയത്? നല്ല ദാസൻ എന്നു ചൊല്ലും നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നല്ല ദാസൻ എന്നു ചൊല്ലും നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. അഹവ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം നാം മറന്നു പോകരുതേ പ്രിയരെ. അത് ആത്മീക പരിശോധനയുടെ ഇടമാണ് എന്നുള്ളത് വിസ്മരിക്കരുത്. 2, അഹവ ഈസ് ദ പ്ലേസ് ഓഫ് ഹംബിളിംഗ്. ഇത് വിനയപ്പെടാനുള്ള സ്ഥലമാണ് എന്ന് മറക്കരുത്. വിനയപ്പെടാനുള്ള ഇടമാണ്, ഉറവയാണ് അഹവ. അഹവയുടെ നദിയുടെ തീരങ്ങളിലേക്ക് ചേർന്നു വന്ന ഇസ്രായേൽ മക്കളോട് ഇസ്രാ പുരോഹിതൻ രണ്ടാമതായി പറഞ്ഞത് ഇപ്രകാരമാണ്. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തണം. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തണം. സ്വന്തം നാടും സ്വന്തം വീടും ആരാധനാലയവും വിട്ട് അടിമകളായി പാർത്ത് ബാബിലോണിന്റെ മണ്ണിൽ നിന്ന് ദീർഘമായ 70 സംവത്സരങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം നമ്മോട് കരുണ കാണിച്ച്
വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തണം. മുട്ടുകളെ മടക്കാൻ, ശിരസ് നമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന എസ്രാ പുരോഹിതൻ കാൽമുട്ടുകൾ ഉയർത്തി യെരൂശലേമിലേക്ക് നടക്കും മുമ്പേ മുട്ടുകൾ മടക്കി ദൈവത്തിന് നന്ദി പറയാൻ, ദൈവമുമ്പാകെ വിനയപ്പെടാൻ എസ്രാ ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. കാൽമുട്ടുകൾ ഉയർത്തി യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും മുമ്പേ മുട്ടുകൾ മടക്കി തമ്പുരാന് നന്ദി പറയാൻ, വിനയപ്പെടാൻ വെല്ലുവിളിക്കുന്ന അഹവ നദീതടം. യെരൂശലേമിലേക്കുള്ള വഴി ഒരു താഴ്മയുടെ വഴിയാണ്. ദൈവം നമ്മോട് വലിയ കരുണ കാണിച്ചു എസ്രാ പറയുകയാണ്. പേർഷ്യൻ രാജാവായ അർത്ഥശ്രേഷ്ഠ ഒന്നാമൻ പ്രവാസികളായി കഴിഞ്ഞ് നമ്മെ വിട്ടയക്കാൻ മനസ്സ് കാണിച്ചത് ഒരു അന്യ രാജാവ്, അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു രാജാവ്, അന്യരാജ്യത്തെ രാജാവ് നമ്മോട് ഇങ്ങനെ കരുണ കാണിക്കാൻ ഇടയായെങ്കിൽ അത് രാജാവിൻ്റെ കരുണയല്ല, അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് എസ്രാ ജനത്തോട് പറയുകയാണ്. രാജാവ് ജനത്തോട് കാണിച്ച കരുണയുടെ, ജനത്തിന് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളുടെ ദീർഘമായ വൃത്താന്തം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ എസ്രാ പുരോഹിതൻ വിളിച്ചു പറയുകയാണ്, യെരൂശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന്, ഹല്ലേലൂയ, യെരൂശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന് അർത്ഥശ്രേഷ്ഠ രാജാവിന് തോന്നിക്കുകയും എനിക്ക് ദയ ലഭിക്കുമാറാക്കുകയും ചെയ്ത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ യെരൂശലേം ദേവാലയത്തെ അലങ്കരിപ്പാൻ കാരണമാകുന്നത് എന്താണ്? അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ അനുകൂലമായ നിലപാടാണ്. പ്രവാസ മണ്ണിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക് മടങ്ങിപ്പോകാൻ രാജാവിന് അനുവാദം ജനത്തിന് ലഭിക്കുകയാണ്. സുരക്ഷ ഒരുക്കാനുള്ള രാജാവിൻ്റെ സന്നദ്ധത ലഭിക്കുകയാണ്. ദേവാലയം സമർപ്പിക്കാനുള്ള വിഭവങ്ങൾ, സമ്പത്ത് അർത്ഥശ്രേഷ്ഠ രാജാവ് എസ്രായിക്ക് നൽകുകയാണ്. എസ്രാ ജനത്തോട് പറയുകയാണ്, നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം പ്രിയ മക്കളെ. അഹവ തങ്ങളെ തന്നെ അഹവായിൽ വിനയപ്പെടുത്താതെ ആർക്കും ദൈവത്തിൻ്റെ പട്ടണമായ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യമല്ല എന്ന് എസ്രാ ജനത്തോട് വിളിച്ചു പറയുകയാണ്. ഉണർവ് ആരംഭിക്കേണ്ടത് അഹവായിലാണ്, യെരൂശലേമിലല്ല. എൻ്റെ കരുത്തും എൻ്റെ കായിക ബലവും എൻ്റെ നേട്ടങ്ങളും എൻ്റെ പേരും പെരുമയും പ്രശസ്തിയും എൻ്റെ ഭൗതിക നന്മകളുമെല്ലാം അപ്രസക്തമാകുന്ന സ്ഥലമാണ് അഹാവ. ദൈവകരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇടമാണ് അഹാവ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് 2 സിംഹാസനങ്ങളുണ്ട്. ഒന്ന് ഉയർന്ന സ്വർഗമാണ്, 2 താഴ്മയുള്ളവൻ്റെ ഹൃദയമാണ്. God has only 2 thrones, one the highest heaven, 2 the lowliest heart of the man. ദൈവത്തിന് 2 സിംഹാസനങ്ങളുണ്ട്. ഒന്ന് സ്വർഗമാണെങ്കിൽ 2 വിനയമുള്ളവൻ്റെ ഹൃദയമാണ്. അല്ലയോ ഇസ്രായേൽ മക്കളെ, ദൈവത്തിന് നമ്മോടുള്ള അളവറ്റ കരുണയുടെ അടയാളമാണ് ഈ അഹവ, ഉറവ എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അന്യദേവന്മാരെ ആരാധിക്കുന്ന ബാബിലോണിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ പട്ടുപോകാതെ നമ്മുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി വരുത്തുന്ന വലിയവനായ ദൈവത്തിന് മുമ്പിൽ ശിരസ് നമിക്കാം. ബാബിലോണിലെ കൈപ്പേറിയ പ്രവാസകാലം മറക്കരുത്. ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട കാലങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പണ്ട് വാർത്ത വീടിൻ്റെ പരിമിതികൾ മറന്നു പോകരുത്. നിങ്ങൾ ബാബിലോണിന്റെ മണ്ണിൽ അഭിമുഖീകരിച്ച് പ്രതിസന്ധികൾ വിസ്മരിക്കരുത്. എസ്രാ വിളിച്ചു പറയുന്നു, ബാബിലോണ്യ പ്രവാസത്തിൽ നിന്ന് നമ്മെ മടക്കി വരുത്തിയ ദൈവത്തിന് മുമ്പിൽ ഇതെല്ലാം ഓർത്ത് നന്ദി പറയാം, വിനയപ്പെടാം. ദാവീദ് രാജാവ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. ഹല്ലേലൂയ. 143-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് വിളിച്ചു പറയുകയാണ്, ദൈവമേ, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 2 ശമൂവേൽ 7:8 ദാവീദ് വീണ്ടും ഇപ്രകാരം പറയുന്നു, പുൽപ്പുറത്ത് നിന്ന് എന്നെ തിരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ പ്രഭുവാക്കിയ ദൈവത്തെ ഞാൻ ഓർക്കുന്നു. പുൽപ്പുറത്ത് നിന്ന് ആർക്കും വേണ്ടാത്തവനായി, ഒരാട്ടുടയ ബാലനായി, അപ്പന് ദയ തോന്നാത്തവനായി,
സഹോദരങ്ങൾക്ക് പ്രിയമില്ലാത്തവനായി ഒരാട്ടുപറ്റത്തെ മേയിച്ച് ആജീവനാന്തം ജീവിക്കുവാൻ വിധിക്കപ്പെട്ട് എന്നെ പ്രഭുവായി ഉയർത്തിയൊരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് നീയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2003 ഡിസംബർ മാസം 31-ാം തീയതി വർഷാവസാന ശുശ്രൂഷയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ്, ഒരു വർഷം മുമ്പ് താൻ അനുഭവിച്ച ദൈവത്തിൻ്റെ അളവറ്റ കൃപകളെ ധ്യാനിച്ചുകൊണ്ട് ഭക്തനായ ഗ്രഹാം വർഗീസ് ദൈവത്തിൽ മുട്ടുമടക്കിയ പാട്ടിൻ്റെ ഈരടികൾ പാടിയത്. തമ്പുരാനെ 2003 മാത്രമല്ല, കർത്താവേ, പിറന്ന കാലം മുതൽ ഇന്നയോളം എന്നെ അത്ഭുതകരമായി നടത്തിയ തമ്പുരാനെ, നിന്റെ കൃപകളെ അയവിറക്കുമ്പോൾ കണ്ണു നിറയുന്നു, എൻ്റെ മുട്ടുകൾ മടങ്ങുന്നു. തമ്പുരാന് സ്തോത്രം കരേറ്റാൻ എൻ്റെ അധരങ്ങൾ ഒരുക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ചെങ്ങന്നൂർ കല്ലിശ്ശേരിക്കാരനായ ഗ്രഹാം വർഗീസ് പാടിയ വരികൾ നമുക്ക് ആവലോടെ പാടാൻ പറ്റുന്ന പാട്ടാണ്. ഒരു ഭക്തൻ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവസന്നിധിയിൽ കൃതാർത്ഥതയോടെ പാടിയ വരികളാണത്. എന്താ വരികൾ? ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴെ വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഇതെൻ്റെയും നിങ്ങളുടെയും അനുഭവമാണെങ്കിൽ കരമുയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. അഹാവ is the place of humbling. നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ ശിരസ് നമിക്കാനുള്ള സ്ഥലമാണ് അഹാവ എന്നാണ് അഹാവ നമ്മെ പഠിപ്പിക്കുന്ന 2ാമത്തെ പാഠം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 3, അഹാവ, the place of seeking God's security. ദൈവത്തിൻ്റെ സംരക്ഷണം യാചിക്കുന്ന സ്ഥലമാണ് അഹാവ. The place of seeking God's security. അഹാവ ദൈവത്തിൻ്റെ സംരക്ഷണം അഭ്യർത്ഥിക്കുന്ന യാചിക്കുന്ന സ്ഥലമാണ്. അഹവ നദിയുടെ തീരത്ത് ചേർന്ന് വന്ന ഇസ്രായേൽ ജനം പുരോഹിതനായ എസ്രയുടെ നേതൃത്വത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചത്, ദൈവമേ, ഞങ്ങളുടെ യാത്ര ശുഭകരമാകണം എന്നാണ്. സുരക്ഷിതമായ യാത്രയ്ക്ക് നീ തുണ നിൽക്കണം എന്നാണ് ദൈവമുഖം അന്വേഷിച്ച് ഇസ്രായേൽ ജനം അന്ന് പ്രാർത്ഥിച്ചത്. ഈ യാത്രയുടെ സങ്കീർണത നാം മനസ്സിലാക്കണം. ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് 900 മൈൽ ദൂരമുണ്ട്. ഏകദേശം 1400 കിലോമീറ്റർ സഞ്ചരിക്കണം. കാൽനടയായി സഞ്ചരിച്ചാൽ 3-4 ദിവസങ്ങൾ വേണ്ടിവരും. 3-4 മാസങ്ങൾ വേണ്ടിവരും യെരുശലേമിലെത്താൻ. 5000 പേരുടെ വലിയ സംഘമാണിത്. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, അതിൽ സ്ത്രീകളുണ്ട്. 5000 പേരുടെ സംഘമാണ് യാത്ര പോകുന്നത്. യെരുശലേം ദേവാലയത്തിൽ സമർപ്പിക്കുവാനായി കരുതിയിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. നാം അത് വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിൽ അവർ കൊണ്ടുപോകുന്ന വസ്തു വിഭവങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 650 താലന്ത് വെള്ളി, 100 താലന്ത് വെള്ളി ഉപകരണങ്ങൾ, 100 താലന്ത് പൊന്ന്, വിലയേറിയ പൊൻപാത്രങ്ങൾ, പൊന്ന് പോലെ വിലയുള്ള താമ്രം കൊണ്ടുള്ള പാത്രങ്ങൾ. എല്ലാറ്റും കൃത്യമായ അളവുണ്ട്, തൂക്കമുണ്ട്. ഇതിൽ പലതും അർത്തശ്ശേഷ്ഠ രാജാവ് ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി കൊടുത്തുവിട്ടതാണ്. ദേവാലയത്തിന് വേണ്ടി വേർതിരിച്ച വിഭവങ്ങളാണ് അവരുടെ പക്കലുള്ളതെല്ലാം. ഈ സങ്കീർണമായ യാത്രയ്ക്ക് സൈന്യത്തിൻ്റെ സംരക്ഷണം തരാമെന്ന് രാജാവ് അവരോട് കൽപ്പിച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് അകമ്പടിയായി ആളിനെ അയക്കാം, പടജനത്തെ കൂടെ അയക്കാം, കുതിരച്ചേവകരെ അയക്കാം. സുരക്ഷിതമായി ബാബിലോണിൽ നിന്ന് യെരുശലേമിലെത്താൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ അർത്തശ്രേഷ്ഠ 1 തയ്യാറാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം എൻ്റെ സഹായം. എസ്ര എന്ന പേരിൻ്റെ അർത്ഥം നാം മറക്കരുത്. യാഹുവേ ഹെൽപ്സ്. ദൈവമാണ് എൻ്റെ സഹായം, യഹോവയാണ് എൻ്റെ സഹായമെന്ന്
പേരിനർത്ഥമുള്ള എസ്രാ പുരോഹിതൻ രാജാവിനോട് പറയുകയാണ്, രാജാവേ, എൻ്റെ സഹായം, ഞങ്ങളുടെ സഹായം, ദൈവജനത്തിൻ്റെ സഹായം രാജാവല്ല, രാജാവിൻ്റെ സൈന്യമല്ല, രാജാവിൻ്റെ പടജനമല്ല, രാജാവിൻ്റെ കുതിരച്ചേവകരല്ല, ഞങ്ങളുടെ സഹായം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. 22-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളത് കുറിച്ചിടണം, അത് അടിവരയിടണം. രാജാവേ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും, ഹല്ലേലൂയ, അവൻ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്നുള്ള സത്യം, ആ സുവിശേഷം, ആ സുവാർത്ത, ദൈവത്തിൻ്റെ അരുളപ്പാട്, ആ വാഗ്ദാനം ഈ രാജാവിനോട് എസ്രാ പുരോഹിതൻ മുന്നമേ കൊട്ടാരത്തിൽ വെച്ച് പറഞ്ഞതാണ്. രാജാവേ, ഞങ്ങളുടെ ശരണം സൈന്യമല്ല, ഞങ്ങളുടെ ശരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ട്രസ്റ്റിംഗ് ഇൻ ഗോഡ് സെക്യൂരിറ്റി, ഭയത്തെ വിശ്വാസം കൊണ്ട് അതിജീവിക്കുന്ന സ്ഥലമാണ് അഹാവ. നിന്റെ ഉള്ളിൻ്റെ ആശങ്കകളെ, നിന്റെ ഉള്ളിലെ ആപരാധികളെ, നിന്റെ ഉള്ളിലെ ഉത്കണ്ഠകളെ, നിന്റെ ഉള്ളിലെ പ്രതിസന്ധികളെ, നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ ദൈവം ഒരുക്കുന്ന ഇടമാണ് അഹാവ. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണിത്. ദൂരങ്ങൾ താണ്ടേണ്ടുന്ന യാത്രയാണിത്. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണിത്. അപകടങ്ങൾ പതിയിരിക്കുന്ന യാത്രയാണിത്. മരണസാധ്യത ഏറെയുള്ള യാത്രയാണിത്. കാൽനടയായി സഞ്ചരിക്കേണ്ട യാത്രയാണിത്. ആക്രമിക്കപ്പെടാൻ ഇടയുള്ള യാത്രയാണിത്. പോകുന്ന വഴിയിൽ പാർക്കാൻ സുരക്ഷിതമായ സങ്കേതങ്ങൾ ഇല്ലാത്ത യാത്രയാണ്. ഇതൊന്നുമില്ലാതിരിക്കുമ്പോഴും ഹല്ലേലൂയ, ദൈവത്തിന് നീയോടെ സ്തോത്രം. അഹവ നദീതീരത്ത് നിന്നുകൊണ്ട് സകല ജനവും കേൾക്കെ എസ്രാ വിളിച്ചു പറയുകയാണ്, യഹോവയുടെ കൈ, അല്ലയോ ജനമേ, നമുക്ക് അനുകൂലമാണ്. യഹോവയുടെ കൈ നമുക്ക് അനുകൂലമാണ്. അവനാണ്, അവൻ മാത്രമാണ് നമ്മുടെ കാവൽ. വേറെ ആർക്കും നമ്മെ കാക്കാൻ, പരിപാലിക്കാൻ കഴിയില്ല. അഹാവ ഉറവെങ്കിൽ അവർ പാളയമടിച്ചത് അവരുടെ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടാനല്ല, പിന്നെയോടെ വിശ്വാസത്തിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ്. അഹാവ നദിയുടെ ഉറവെങ്കിൽ അവർ പാളയമടിച്ചത് അവരുടെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാൻ വേണ്ടിയല്ല, സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെയോടെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് എസ്രാ അഹാവ നദീതീരത്തേക്ക് തൻ്റെ ജനത്തെ വിളിച്ചു കൂട്ടിയത്. പ്രിയരെ, അഹാവയിലെ ഉപവാസം നിന്റെ വഴികളെ സുരക്ഷിതമാക്കുന്ന ഉപവാസമാണെന്ന് മറക്കരുത്. 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് റിസൾട്ടാണ്. 1-ാം മാസം 12-ാം തീയതി ഞങ്ങൾ അഹാവ ആറ്റിങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ, ഓ ഹല്ലേലൂയ, ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ നേരിടാമായിരുന്ന പതിയിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു. ഹല്ലേലൂയ. ഈ ദൈവം തന്നെയല്ലേ നമ്മുടെ ദൈവം. ആ ദൈവത്തിന് മാറ്റമില്ലല്ലോ. എസ്രാ പുരോഹിതനോട് കൂടെ ഇരുന്ന് 5000 മക്കളെ അതിലൊന്നും കുറഞ്ഞു പോകാതെ സുരക്ഷിതമായി ബാബിലോണിൽ നിന്ന് ദൈവത്തിന് നാടായ യെരൂശലേമിലേക്ക് മടക്കി വരുത്തിയ അതേ ദൈവത്തിലാണ് ഞാനും നിങ്ങളും ശരണപ്പെടുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. അത് പാടുക മാത്രമല്ല, അത് വിശ്വാസമായി ഏറ്റുപറയാനിടയാകണം. യെരൂശലേമിൻ്റെ തകർച്ച അറിഞ്ഞ ക്ലെസേവ് മാസം മുതൽ നീസാൻ മാസം വരെ ശൂശൻ രാജധാനിയിൽ ദീർഘമായ 4 മാസം മുട്ടുമേ നിന്ന് ഒരു ദൈവഭൃത്യനുണ്ട്. അതാരാണ്? നെഹമ്യാവാണ്. 4 മാസം മുട്ടന്മേലാണ്. ഹി വാസ് ഓൺ ഹിസ് നീസ്. ക്ലെസേവ് മാസം മുതൽ നീസാൻ മാസം വരെ യെരൂശലേമിൽ തന്നെ തകർക്കാൻ കാത്തിരിക്കുന്ന സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരു വെല്ലുവിളിയുടെ ശബ്ദത്തിൽ എന്താണ് നെഹമ്യാവ് അവരോട് വിളിച്ചു പറഞ്ഞത്?
അല്ലയോ സൻബല്ലത്തെ, അല്ലയോ തോബിയാവേ, നിങ്ങൾ കരുത്തന്മാരായിരിക്കാം, നിങ്ങൾ രഹസ്യത്തിലുള്ള ശത്രുക്കളായിരിക്കാം, നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ബലഹീനനായ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയുടെ ബലം മാത്രമുള്ള, ഉപവാസത്തിൻ്റെ കരുത്ത് മാത്രമുള്ള, നോമ്പിൻ്റെ ശക്തി മാത്രമുള്ള, ദൈവത്തിൻ്റെ ആശ്രയം മാത്രമുള്ള ഈ ബലഹീനനായ ഞാൻ നിന്നോട്, ബലവാനെ നിന്നോട് വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സംശയമില്ല. സാധിപ്പിക്കുമായിരിക്കും എന്നല്ല, സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരോഹരിയും ഒരവകാശവും ജ്ഞാപകവുമില്ല. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഞങ്ങൾക്ക് പ്രതികൂലമാകാൻ ഈ ഭൂമിയിൽ ആർക്കും ശക്തി ഉണ്ടാവില്ല. നെഹമ്യാ യെരൂശലേമിന്റെ മതിലുകളെ പണിത് വർഷങ്ങൾ കൊണ്ടല്ല പ്രിയരെ, 52 ദിവസങ്ങൾ കൊണ്ടാണ്. 52 ദിവസങ്ങൾ കൊണ്ട് ബലിഷ്ഠമായ യെരൂശലേമിന്റെ മതിലുകളെ പണിയാൻ നെഹമ്യാവേ നിനക്ക് കരുത്തുണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവൻ പറയും, ഞാൻ 4 മാസം മുട്ടുമടക്കിയത് കൊണ്ടാണ്. I was on my knees. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി. ഓ, ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്നെയാണ് ഓ ഈ ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ സംഘത്തെ നയിക്കുന്നതെന്ന് അഹവ ആറ്റുതീരത്ത് വെച്ച് ഈ എസ്രാ വിളിച്ചു പറയുകയാണ്. യഹോവയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, ദൈവത്തിൻ്റെ മുഖം തേടാനുള്ള ഉറവയാണ് അഹവ. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആഴമായി ശരണപ്പെടാനുള്ള സ്ഥലമാണ് അഹാവ. സങ്കീർത്തനകാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനം തീരുന്നില്ല, അവിടെ ഫുൾ സ്റ്റോപ്പല്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്ന കാലമാണിത്. അനേകർ യുദ്ധഭീതി മൂലം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളാണിത്. ഇന്നത്തെ മലയാള മനോരമ പത്രം നിങ്ങൾ മുഖപ്പേജ് മാത്രം, ഫ്രണ്ട് പേജ് മാത്രം എടുത്താൽ അതിൽ ഞാൻ വായിച്ച ക്യാപ്ഷൻസാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ ക്യാപ്ഷൻസ്? പ്രത്യാശ നൽകുന്ന ഒരു ക്യാപ്ഷൻ പോലും ഞാൻ വായിച്ചില്ല. ഇങ്ങനെയാണ് ക്യാപ്ഷൻസ്: വിലാപം ബാക്കി, കത്തിപ്പടർന്ന് യുദ്ധത്തി, 4-ാം ദിവസവും ശമിക്കാതെ ആക്രമണം, പുകയുന്ന ഗൾഫ്, ആശങ്ക അടങ്ങാതെ, കണ്ണീർ കാലം. ലോകം വീണ്ടും ഒരു യുദ്ധത്തിനായി ഒരുങ്ങുകയാണോ? മരണഭീതി വർദ്ധിക്കുകയാണോ? സുരക്ഷിതമായി നമ്മെ കരുതുമെന്ന് കരുതുന്ന സങ്കേതങ്ങളൊക്കെ അപ്രസക്തമാവുകയാണോ? ഭയപ്പെടരുത്, നമുക്കൊരഹാവ ഉറവുണ്ട്. ആ ഉറവെങ്കിൽ മുട്ടുമടക്കി ഇസ്രായേൽ ദൈവത്തോട് സുരക്ഷയ്ക്കായി നമുക്ക് യാചിക്കാം. മറന്നുപോയ, വിസ്മരിച്ചു പോയ വാഗ്ദത്തങ്ങളെയൊക്കെ ഓർത്തെടുത്ത് അതിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൻ തന്നെയാണ് നമ്മുടെ സങ്കേതം, നമ്മുടെ ബലം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ അവൻ തന്നെയാ. സംശയം വേണ്ട. യെശയ്യാ പ്രവാചകൻ 41-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു രാഷ്ട്രവുമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ ആയുധങ്ങളല്ല, രാഷ്ട്രത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളല്ല, നമ്മെ താങ്ങാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. ദൈവ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന സ്ഥലമാണ്. നിരാശപ്പെടരുതേ, ഭയപ്പെടരുതേ. ഈ വാഗ്ദാനങ്ങൾ നമുക്ക് അവകാശമാണ്. എസ്രാ പറയുന്നു, മക്കളെ ഭയപ്പെടേണ്ട. യാത്രയുടെ ദൂരം നോക്കിയോ, യാത്രയിലെ പ്രതിസന്ധികൾ നോക്കിയോ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട, ആശങ്കയൊന്നും വേണ്ട. നമ്മുടെ കൂട്ടത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ ദൈവത്തിൻ്റെ പട്ടണമായ യെരൂശലേമിൽ ചെന്ന്
നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സുന്ദര ദിവസമുണ്ട്. യഹോവയുടെ കൈ നമുക്ക് അനുകൂലമാണ്. അഹാവ അത് ഏറ്റുപറയുന്ന സ്ഥലമാണ്. ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അഹാവ is the place where the generation was wrapped in prayer. തലമുറ പ്രാർത്ഥനയിൽ പൊതിയപ്പെടുന്ന സ്ഥലമാണ് അഹാവ. അഹാവ is the place where the generation was wrapped in prayer. തലമുറ പ്രാർത്ഥനയിൽ പൊതിയപ്പെടുന്ന സ്ഥലമാണ് അഹാവ. അഹാവ, the river that shield a generation. 5000 പേരുടെ സംഘത്തിൽ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കാര്യം എസ്ര എടുത്തു പറയുകയാണ്. പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. 8-ാം അധ്യായത്തിന് 21-ാം വാക്യം, അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും സംരക്ഷണം ഉണ്ടാകേണ്ടതിനും. എന്തിനാണ് എസ്രായെ നീ അഹാവയിൽ പാളയമടിച്ചത്? ഓ, തലമുറകളെ കുറിച്ചുള്ള ആത്മഭാരമാണ് പാളയമടിക്കാൻ മറ്റൊരു കാരണം. എസ്രാ വിളിച്ചു പറയുന്നു, ഇസ്രായേൽ ജനമേ വരിക, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കാം. അവരോടൊപ്പമുള്ള എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം, ബാബിലോണിൽ വെച്ച് പിറന്നവരാണ്. പ്രവാസത്തിൻ്റെ അടിമത്തത്തിൻ്റെ മണ്ണിൽ ജനിച്ചവരാണ് ഈ തലമുറയെല്ലാം. അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഇടയിൽ പിറന്നവരാണ്. ഒപ്പമുള്ള എല്ലാ കുഞ്ഞുങ്ങളും 70 കൊല്ലം കഴിഞ്ഞല്ലേ മടക്ക യാത്ര. ഇസ്രായേൽ മക്കളെ, അവരിനി അടിമകളല്ല, അവർക്കൊരു ഉടയവനുണ്ട്. അവരിനി സ്വതന്ത്രരാണ്. അവരുടമ്പടിയുടെ മക്കളാണ്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥ പറയേണ്ടവരാണ്. അവരെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമുക്ക് പൊതിയാമെന്നാണ് എസ്ര അന്ന് ജനത്തോട് പറഞ്ഞത്. കാരണമുണ്ട്. എന്തിന് എസ്രായെ നീ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പേരെടുത്ത് പ്രാർത്ഥിച്ചു? എന്തിനാണ് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി ഉപവാസം കഴിച്ചത്? എന്തിനാണ് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി 3 ദിവസം ഈ നദിയിലെടുത്ത് മുട്ടുമടക്കിയത്? ഓ, എസ്ര വിളിച്ചു പറയും, അയ്യോ, ഈ കുഞ്ഞുങ്ങൾ നാളെ നിയമപ്പെട്ടകം ചുവക്കേണ്ടത് അവരല്ലേ? യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് അവരാണ്. ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കേണ്ടത് നമ്മുടെ തലമുറയല്ലേ? ആലയത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ജന്മം നൽകുന്ന മക്കളല്ലേ? വിടുവിച്ച ദൈവത്തെ നാളെ തലമുറയോട് സാക്ഷിക്കേണ്ടത് ഈ തലമുറയല്ലേ? മുട്ടുമടക്കാം അവർക്ക് വേണ്ടി, ഉപവസിക്കാം അവർക്ക് വേണ്ടി, കണ്ണുനീരൊഴുക്കാം. ഉറവയിൽ സുന്ദരമായ വെള്ളം ഒഴുകുന്നത് പോലെ ഹൃദയം നുരങ്ങി കണ്ണുനീരോടെ തലമുറയ്ക്ക് വേണ്ടി കരയാം, പ്രാർത്ഥിക്കാം. അഹാവ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന സ്ഥലമാണ്. തലമുറയോടൊപ്പമുള്ള യാത്രയ്ക്ക് മുമ്പായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമായി പറയുന്ന എസ്ര. മരുഭൂ യാത്ര ആരംഭിക്കും മുമ്പേ മാതാപിതാക്കളെ നിങ്ങൾ മുട്ടുമടക്കണം. കാരണം തലമുറയുടെ ഭാവി രൂപപ്പെടുന്നത് പ്രാർത്ഥനയുടെ അൾത്താരകളിലാണ്. നമ്മുടെ തലമുറകളുടെ ഭാവി യഥാസ്ഥാനപ്പെടുന്നത് പ്രാർത്ഥനയുടെ അൾത്താരകളിലാണ്. അഹാവ തലമുറകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന സ്ഥലമാണ്. ഭാരമുള്ള മരക്കുരിശുമായി കാൽവറി കയറുന്ന യേശു തമ്പുരാൻ തൻ്റെ പിന്നിലായി അലമുറയിട്ട് കരയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് എന്നാണ് കൽപ്പിച്ചത്? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. കരയേണ്ടത് നിങ്ങൾ 9 മാസം 9 ദിവസം 9 നിമിഷം ഉദരത്തിൽ പേറി നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ മക്കളെ കുറിച്ചാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയണം. മക്കൾക്ക് വേണ്ടി കരയാൻ നിങ്ങളൊന്ന് മറന്നുപോയാൽ നാളെ മക്കളെ കണ്ട് കരയാൻ ഇടയായിത്തീരും. മക്കളെ ഹോമം നൽകുന്ന അവകാശമാണ്. ഉദരഫലം അവൻ നിന്ന് പ്രതിഫലമാണ്. ഓ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിമനോഹരമാണ്. ചിൽഡ്രൻ ആർ ദി ഹെറിറ്റേജ് ആൻഡ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നാണ്. ഓ, ദൈവത്തിൻ്റെ അവകാശമാകാൻ, ദൈവത്തിൻ്റെ പ്രതിഫലമാകാൻ ദൈവം നമ്പുരാൻ കൽപ്പിച്ചു നൽകിയ തലമുറയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് ദാനമായ നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ അവകാശമായി, ദൈവത്തിൻ്റെ പ്രതിഫലമായി അവർ തീരണമെങ്കിൽ അവർക്ക് വേണ്ടി അഹവ നദിയുടെ തീരങ്ങളിൽ മുട്ടുമടക്കാൻ മനസ്സുള്ള മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അഹാവായിൽ ഉയരുന്ന പ്രാർത്ഥനയാണ്
യെരൂശലേമിൽ അവരുടെ ജീവിതത്തിന് അനുഗ്രഹം എന്നുള്ളത് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, അഹാവായിൽ കൂടാരമടിച്ച് പാർക്കുന്ന കൂടാരങ്ങളിൽ കുഞ്ഞുങ്ങൾ കാണുന്ന കാഴ്ച എത്ര മനോഹരമാണ്. എന്താണ് അവർ കാണുന്ന കാഴ്ച? മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അഹാവായുടെ കൂടാരങ്ങളിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് അന്ന് കുഞ്ഞുങ്ങൾ കണ്ടത്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതം കുഞ്ഞുങ്ങൾ കാണട്ടെ. മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം കുഞ്ഞുങ്ങൾ കാണട്ടെ. മാതാപിതാക്കളുടെ മാതൃകാ ജീവിതം കുഞ്ഞുങ്ങൾ കാണട്ടെ. മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം കുഞ്ഞുങ്ങൾ കാണട്ടെ. മാതാപിതാക്കളുടെ ഏറ്റവും അർത്ഥപൂർണമായ ബന്ധങ്ങൾ കുഞ്ഞുങ്ങൾ കാണട്ടെ. നാളെ ഒരു ഉടമ്പടിയുടെ മക്കളാകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വാഞ്ചയുണ്ടെങ്കിൽ അത് കാണാൻ കാഴ്ചകൾ ഉണ്ടാകട്ടെ. അവർ കാണാൻ നല്ല കാഴ്ചകൾ ഉണ്ടാകട്ടെ. 21ാം നൂറ്റാണ്ടിലെ മാതാപിതാക്കളായ ഞാനും നിങ്ങളുമൊക്കെ ഏറെ സങ്കടപ്പെടുന്നത് ഇന്ന് മക്കളെ ഓർത്താണ്. മക്കളെ കൈകാര്യം ചെയ്യാൻ പരാജയപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ, മക്കളെ വല്ലാതെ ഭയപ്പെടുന്ന മാതാപിതാക്കൾ, തെറ്റുകൾ കണ്ടിട്ടും തിരുത്താൻ കഴിയാതെ പോകുന്ന, ലോത്തിന്റെ കൂടാരത്തിൽ മ്ലേച്ഛത കണ്ടിട്ടും ഒന്നും പറയാൻ പറ്റാതെ പോകുന്ന ഭാര്യയെ പോലെ ഉപ്പുതൂണായി പോകുന്ന ഫ്രോസൺ പേരന്റിംഗ് ആണ്. നിർജീവമായി പോകുന്ന മാതൃത്വം, പിതൃത്വം. തലമുറകളെ കുറിച്ച് ഒരുപാട് ആവലാതികൾ ഉയരുന്ന കാലം. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത തലമുറ, ആരാധന അനുഭവങ്ങളിൽ താല്പര്യമില്ലാത്ത തലമുറ, ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന തലമുറ, അനുസരണം കുറയുന്ന തലമുറ, നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ശൈലികളുടെ പിറകെ പോകുന്ന തലമുറ, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡായി പോകുന്ന തലമുറ, വരും വരാഴികളെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ജീവിക്കുന്ന തലമുറ. നമ്മുടെയൊക്കെ പരാതികളുടെ പട്ടിക ഇങ്ങനെ നീളുകയല്ലേ പ്രിയമുള്ളവരെ? എസ്രാ പറയുന്നു, ഈ തലമുറയെ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, പിന്നെയോ ഈ തലമുറയെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടാൽ മതി. നിങ്ങൾ തലമുറയെ കണ്ട് ഭയപ്പെടേണ്ട, തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെട്ടാൽ മതി. എവിടെ ഭാരപ്പെടണം? അവരോടല്ല, ദൈവസന്നിധിയിൽ ഭാരപ്പെടണം. കാരണം അവരാരാണ്? ദൈവത്തിൻ്റെ അവകാശമാണ്. അവരാരാണ്? തമ്പുരാന്റെ പ്രതിഫലമാണ്. അവരോട് ജഡത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ട് പോരാടാൻ ശ്രമിക്കരുത്, നാം തോറ്റുപോകും. അവരെ ശാപവാക്കുകൾ പറഞ്ഞ് അകറ്റാൻ ശ്രമിക്കരുത്, നാം പരാജയപ്പെട്ടു പോകും. നാം ജീവിച്ച കാലമല്ല അവരുടെ കാലം. കാലമല്ലാതെ മാറിപ്പോയി പ്രിയമുള്ളവരെ. അവരെ കാലഘട്ടത്തോട് ചേർത്ത് നാം മനസ്സിലാക്കണം. നാം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്, അവർക്ക് വേണ്ടി അവരുടെ ഇടങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ! ദൈവസന്നിധിയിൽ പറഞ്ഞ തമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ, ഞങ്ങളുടെ യൗവനക്കാർ, ഞങ്ങളുടെ കൗമാരപ്രായക്കാർ, ഞങ്ങൾ പലപ്പോഴും അശക്തരാണ് കർത്താവേ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല, എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല. തമ്പുരാനെ, നിന്റെ സന്നിധിയിൽ ഇതാ ഞങ്ങൾ അവരെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ആവാ, തലമുറകളെ തമ്പുരാന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഇടമാണ്. ഉടമ്പടി പാലിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ ഉടമ്പടിയുടെ മക്കളെ തമ്പുരാൻ തരികയുള്ളൂ. മക്കൾക്ക് വേണ്ടി കരയണം, ഉറങ്ങുന്ന കിടക്കകരിയിൽ മുട്ടുമടക്കണം. മാതാപിതാക്കളുടെ കണ്ണുനീർ അവരുടെ പാദത്തിൽ വീഴണം. ഞാൻ പറയും, അതൊരു അഭിഷേക തൈലമാണ്. അവരെ യാഗപീഠത്തോട് ചേർത്ത് കെട്ടണം. അവരുടെ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. സ്കൂളിൽ പോകാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, കോളേജിൽ പോകാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, യാഗപീഠത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ മുട്ടുമടക്കാൻ വരുമ്പോൾ മറന്നു പോകരുതേ, കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. അവരുടമ്പടിയുടെ മക്കളാണ്. നാളെ ഈ വചനം ചുമക്കേണ്ടവരാണ്. നാം പാടുന്ന പാട്ട് നാളെ പാടേണ്ടവരാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയേണ്ടവരാണ്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന അവർക്ക് കോട്ടയാകണം. ഇന്ന് ഈ പകൽക്കാലവും ഞാൻ പ്രസംഗിക്കുന്നത് 40 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പ്രിയ പപ്പ നൽകിയ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ! ബലമെന്ന് പറയാൻ
മറ്റൊന്നുമില്ല. പ്രിയമുള്ളവരെ, തലമുറയ്ക്ക് വേണ്ടി കരയാൻ, വ്യവസായിക്ക് വേണ്ടിയല്ല, അവർക്ക് PR കിട്ടാൻ വേണ്ടിയല്ല, ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയല്ല, ഫുൾ A+ കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. തമ്പുരാനെ, തലമുറയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അവർ യാഗപീഠത്തോട് ചേർത്ത് കെട്ടപ്പെടാൻ. ശമൂവേൽ ഹന്നയുടെ ഹൃദയം പകർന്നുള്ള പ്രാർത്ഥനയുടെ മറുപടിയാണ്. ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേട്ടു. ഊനമില്ലാത്ത ശമൂവേലിനെ ദാനം ചെയ്തു. മുലകൊടി മാറിയ ഉടനെ മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഹന്നയും എൽക്കാനയും പോയി. അവനെ സമർപ്പിച്ചു. മകനെ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത തീരുമാനപ്രകാരം സമർപ്പിച്ചതിലൂടെ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയായെന്ന് അവർ രണ്ടുപേരും കരുതിയില്ല. 1 ശമൂവേൽ 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മനോഹരമാണ് ആ വാക്യങ്ങൾ. അവൻ്റെ അമ്മ ആണ്ടുതോറും പഞ്ഞിനൂൽ കൊണ്ട് ഒരു അങ്കി ഉണ്ടാക്കി എൽക്കാനയോടൊപ്പം ശീലോവിലേക്ക് പോകുമായിരുന്നു. മകനെ മുലയൂട്ടിയ മടിയിൽ വെച്ച് ഓരോ വർഷവും അങ്കി നെയ്യുമ്പോൾ, പഞ്ഞിനൂല് കൊണ്ട് അങ്കി നെയ്യുമ്പോൾ ഹൃദയം നുരങ്ങി ഈ അമ്മ പ്രാർത്ഥിച്ചു കാണും. തമ്പുരാനെ, ഇടപ്പിണക്കം കൂടാതെ ഞാൻ ഈ കുഞ്ഞങ്കി എൻ്റെ കുഞ്ഞിന് വേണ്ടി നെയ്യുന്നത് പോലെ ഇഴപ്പിണക്കം കൂടാതെ ഉടമ്പടിയുടെ മകനായി എൻ്റെ കുഞ്ഞെന്നും ശീലോവിൽ വളർന്നു വരണമേ എന്ന് ഹൃദയം നുരങ്ങി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അങ്കിയുടെ പിന്നിലുള്ളത്. ആണ്ടുതോറും ദേവാലയത്തിൽ പോയി ഹന്ന മകനെ കാണാൻ ശ്രമിക്കുമ്പോൾ അവൾ കാണാൻ ആഗ്രഹിച്ചത് മാത്രമാണ്, എൻ്റെ മകൻ പ്രാർത്ഥനയുടെ സന്തതിയായി ദൈവം തമ്പുരാൻ ദാനമായി തന്ന എൻ്റെ പൈതൽ ഉടമ്പടിയുടെ പുത്രനായി ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ശീലോവിൽ വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അമ്മ കണ്ണുനീരിൽ കുതിർന്ന് ഈ അങ്കിയുമായി ദേവാലയത്തിലേക്ക് പോയത്. ഹല്ലേലൂയ. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന് വിശ്വസ്ത പുരോഹിതനായി, വിശ്വസ്ത പ്രവാചകനായി, വിശ്വസ്ത ന്യായാധിപകനായി വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന ശമൂവേലിനോട് ചോദിക്കാം, ശമൂവേലേ, ഇതെങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ, ഉടമ്പടി പാലിക്കാൻ തയ്യാറായ എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും കണ്ണുനീരാണ്, അവരുടെ ജീവനമാണ് എന്നെ വിശ്വസ്തനാക്കിയതെന്ന് അവൻ സാക്ഷ്യപ്പെടുത്തും. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. തമ്പുരാൻ നമ്മോട് ഹൃദ്യമായി ഇടപെട്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അഹാവ നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയമുള്ളവരെ, അഹാവ എന്തിൻ്റെ ഇടമാണ്? അഹാവ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്താണ്? ഒന്ന്, ആത്മീക പരിശോധനയുടെ സ്ഥലമാണ്. പ്ലേസ് ഓഫ് സ്പിരിച്വൽ എക്സാമിനേഷൻ. അഹാവ ഇസ് എ പ്ലേസ് ഓഫ് ഹംബിളിംഗ്. വിനയപ്പെടാനുള്ള സ്ഥലമാണ് അഹാവ. പ്ലേസ് ഓഫ് സീക്കിംഗ് ഗോഡ് സെക്യൂരിറ്റി. ദൈവത്തിൻ്റെ സംരക്ഷണം യാചിക്കുന്ന സ്ഥലമാണ് അഹാവ. അഹാവ ഇസ് എ പ്ലേസ് ഓഫ് ഇൻ്റർസീഡിങ്. തലമുറയ്ക്ക് വേണ്ടി മധ്യസ്ഥ കാണിക്കുന്ന സ്ഥലമാണ് അഹാവ. കർത്താവേ, ഞങ്ങൾക്ക് ഈ അഹാവയുടെ അനുഭവത്തെ പകർന്നു തരണമേ എന്ന് ഈ പകൽക്കാലം ആരെ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കും. ദൈവസന്നിധി നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. താരാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യുന്നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ അൻപേ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. നാം ഇരിക്കുന്ന ഇടങ്ങൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയരെ, കർത്താവേ, വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു നമുക്ക് പറയാം. ഞങ്ങൾ ആശങ്കയോടെ, കർത്താവെ, നിരാശയോടെ, ഉത്കണ്ഠകളോടെയൊക്കെ നിന്റെ സന്നിധിയിൽ ചേർന്ന് വന്നവരാണ്. മറിയെ പോലെ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരുന്നു. കർത്താവെ, ഈ ലോകത്തിലൊരു ശക്തിക്കും ഒരു വ്യക്തിക്കും ജീവിതാനുഭവത്തിനും അടർത്തി മാറ്റാൻ പറ്റാത്ത നല്ല അംശങ്ങൾ പ്രാപിപ്പാനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം നൽകി.
നിങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിന് ആധാരമായി മാറാൻ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവമായി തീരുവാൻ ഞങ്ങൾ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മേൽ പകരപ്പെട്ട അങ്ങയുടെ അളവറ്റ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ സ്തോത്രം കരയേറ്റുന്നു. കർത്താവേ, ഞങ്ങൾ അഹവയുടെ ഉറവെങ്കിലേക്ക് മടങ്ങി വരാൻ, ഉണർവിന് മുമ്പുള്ള ഉറവയായി അതിനെ തിരിച്ചറിയാൻ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ഗൗരവമായ ഒരു സ്വയശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ, ലേവ്യൻ്റെ സംസ്കാരം, ലേവ്യൻ്റെ വിശുദ്ധി, കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള ജീവിതം ഞങ്ങളിലുണ്ടോ എന്ന് ഗൗരവമായി ഞങ്ങൾ തിരിഞ്ഞു നോക്കാൻ, കുറവുകൾ, പോരായ്മകൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകൾ, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മനഃപൂർവ്വമായി ഏറ്റുപറയാൻ, കർത്താവ് ഇത് ഏറ്റുപറയാതെ വിശുദ്ധീകരിക്കപ്പെടാതെ യെരൂശലേമിലേക്ക് മടങ്ങി വരാൻ കഴിയില്ലെന്ന് തിരിച്ചറിയാൻ, ഞങ്ങളുടെ അവകാശം പ്രാപിപ്പാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടാൻ, ഹല്ലേലൂയ, കുറ്റബോധമില്ലാതെ ഇനിയുള്ള കാലം ജീവിക്കാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങളുടെ നടത്തിയ വിധങ്ങൾ എത്ര വലുതാ കർത്താവേ. മരണകരമായ രോഗങ്ങൾ ഞങ്ങളെ വിടുവിച്ചത് ദൈവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കരുഷതമായ പ്രതിസന്ധികളിൽ താങ്ങാവുന്നത് തമ്പുരാനാണ്. മുമ്പോട്ട് പോകാൻ വഴി കാണാതെ ഭാരപ്പെട്ട നിമിഷങ്ങളിൽ മകനെ, മകളെ, ഇതാ വഴിയെന്ന് ബോധ്യപ്പെടുത്തത് അങ്ങാണേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഡോക്ടർമാർ ഞങ്ങൾക്ക് മരണം വിധിയെഴുതിയ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവനിലേക്ക് മടക്കി വരുത്തി തമ്പുരാനാണ്. നിങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അഹവാ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്താനുള്ള സ്ഥലമാണല്ലോ. പ്രവാസകാലങ്ങൾ അനുഭവിച്ച വ്യഥകളിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചപ്പോൾ തമ്പുരാനെ, ഇതാ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിനയപ്പെടുന്നു കർത്താവ്, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു എന്ന് പറയാൻ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളൊരു യാതൊരു മേന്മയും പറയാനില്ല. നിങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. അത് മാത്രമല്ലല്ലോ തമ്പുരാനെ, ഞങ്ങൾ ലോകത്തിൻ്റെ സുരക്ഷിതത്വം തേടുന്നവരായിട്ടല്ല, ദൈവം ഞങ്ങളുടെ സങ്കേതമാണെന്ന് പറയാൻ, ദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാണെന്ന് പറയാൻ, കഷ്ടങ്ങൾ അവൻ ഏറ്റെടുത്ത തുണയാണെന്ന് പറയാൻ, ഓ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ ശരണമാണെന്ന് പറയാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നോക്കി പാർക്കാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല കർത്താവേ, ഞങ്ങൾ ജന്മം നൽകിയ മക്കൾക്കായിട്ട് സ്തോത്രം. അവർ വീട്ടിലാണ് കർത്താവേ, സ്കൂളിൽ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, വിദേശ രാജ്യങ്ങൾ പാർക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നിന്റെ സന്നിധിയിൽ ഇതാ അഹവ ആറ്റിനരികെ വെച്ച് എസ്രാ പുരോഹിതനും ദൈവജനവും ചേർത്ത് സമർപ്പിച്ചതുപോലെ ഇതാ കർത്താവേ, ഞങ്ങൾ ഈ ഉറവെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ഒന്നുമായില്ലെങ്കിലും സാരമില്ല, അവരെല്ലാവരും ദൈവമുള്ളവരായി കാണപ്പെടാൻ, യാഗപീഠത്തോട് ചേർന്നവർ വളർത്തപ്പെടാൻ, അതേമേ ആലയത്തിൻ്റെ വിശുദ്ധിയിൽ അവർ ജീവിക്കുവാൻ, ദൈവമേ ആരാധന അവർ ഗൗരവമായി കാണുവാൻ, പ്രാർത്ഥന അവരുടെ ജീവിതത്തിന് പ്രാണവായുവായി തീരുവാൻ, ദൈവവചനത്തെ അവർ ആഴമായി സ്നേഹിക്കുന്നവരായി മാറാൻ, ആ കിരീടങ്ങളിൽ അവർ വിശുദ്ധരായി ജീവിക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാനിടയാകരുതേ. ഞങ്ങൾ മാത്രം യെരൂശലേമിലെത്തിയാൽ പോരല്ലോ, ഞങ്ങളുടെ തലമുറയും വാഗ്ദത്തം പ്രാപിക്കണമല്ലോ കർത്താവേ. അതിനുവേണ്ടി ഇടിവിടുന്ന കരയാൻ ഇന്നു മുതൽ ഒരു ഉടമ്പടിയുടെ ബന്ധത്തിൽ ഞങ്ങൾ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ അനുഭവത്താൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. നിന്റെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും തമ്പുരാന് മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.